ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴച്ചോറാണ്. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഇന്ന് എടുത്തേക്കുന്നത് കാശ്മീരി കേസറാണ്. ഒരു ചെറിയ ബൗൾ ചോറാണ്. ഞാൻ അരി പറ്റിച്ചാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഊറ്റിയെടുത്താലും കുഴപ്പമില്ല, പറ്റിച്ചെടുത്താലും കുഴപ്പമില്ല. ഇതളായിട്ട് വീഴണം, അതിന് വേണ്ടിയിട്ട് ഞാൻ പറ്റിച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ വേവ് നിർത്തി ഊറ്റിയെടുത്താലും കുഴപ്പമില്ല. പിന്നെ ഒരു മുറി തേങ്ങ തിരിഞ്ഞ് വെച്ചേക്കുന്നതാണിത്. കറിവേപ്പില ആവശ്യത്തിന്, ഒരു 5 വറ്റലമുളക് ചെറിയ പീസായിട്ട് ഞാൻ മുറിച്ചിട്ടൊക്കെയാണിത്. പിന്നെ ഒരു സ്പൂണ് ജീരകം, 5 ചെറുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കടുക് വറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പഴുത്ത മാമ്പഴം ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചട്ടി ചൂടായി, നമ്മൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി, നമ്മൾക്കിനി കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഈ മാമ്പഴച്ചോറിന് നല്ല എരിവ് വേണം, എന്നാണ് വറ്റൽമുളക് എടുത്തേക്കുന്നത്. ചെറിയ ചെറിയ കുഞ്ഞു പീസായിട്ട് വേണം നമ്മൾ അരിഞ്ഞിടാൻ. നമ്മൾക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാമ്പഴം നല്ലതായിട്ടൊന്ന് വഴറ്റാനും. നമുക്ക് ഈ മാമ്പഴത്തിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തേക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തേക്കാം. നമ്മൾക്ക് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്ക് ഒരു ശകലം പുളിയും മധുരവും ഒക്കെയുള്ള മാങ്ങയാണ്. ഇങ്ങനെയുള്ള മാങ്ങ വേണം എടുക്കാൻ. കാരണം നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് നമുക്ക് മധുരവും വരും, പുളിപ്പും വരും. പച്ചമുളക് നല്ലതായിട്ട് ചൂടാക്കി അതിൻ്റെ കൂടെ പുളിയും ഉപ്പും വെച്ച് ചമ്മന്തി ഇടിച്ചിട്ട് ആ ചമ്മന്തിയുടെ കൂടെ ഈ ചോറ് കഴിക്കണം. വളരെ നല്ലതായിരിക്കും. നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വരികയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ.